ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉത്തേജനം നൽകിക്കൊണ്ട് ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കല്ലറയിൽ നിന്നും ആരംഭിച്ച് കടുത്തുരുത്തിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഈ മാരത്തോൺ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ലഹരിക്ക് അടിമകളായി പോവുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ മാരത്തോണിനോടൊപ്പം ഓടുന്ന എല്ലാ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഈ അവരുടെ ആ ബോധവൽക്കരണ സംസ്കാരം ജീവിതത്തിൽ എന്നും തുടർന്നു കൊണ്ടുപോകുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സയൻസും ശാസ്ത്രവും എല്ലാം വളർന്ന് ലോകം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നവരായി തീരാതെ സമൂഹത്തിന്റെ വളർച്ചയോടൊപ്പം ചേർന്ന് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഈ തലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പണ്ടുകാലത്ത് മദ്യപിക്കുകയുമൊക്കെ ചെയ്തിരുന്നത് പ്രായമുള്ളവരായിരുന്നുവെങ്കിൽ ഇന്ന് ഇളം തലമുറ അതിലേക്ക് വീണുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കാണുന്നത് വലിയ അപകടകരമായ കാര്യമാണ്. ആ കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു വലിയ ബോധവൽക്കരണം ആവശ്യമാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പുകവലിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനാ മോനെ പുകവലിക്കുന്നത് ചോദിക്കുമ്പോൾ ടെൻഷൻ മാറാനാണെന്നാണ് പറയുക. എന്ത് ടെൻഷനാണ് ഈ പ്രായത്തിൽ അവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പ്രായത്തിൽ ഒരു പരീക്ഷ വരുന്നതിൻ്റെ ഒക്കെ ആകാം, അതൊക്കെ ഒരു കാരണമായി കണ്ടു പറഞ്ഞുകൊണ്ട് ഇതിനൊരു അവസരം ഉണ്ടാക്കി തീർക്കുന്ന പ്രവണത നമ്മളുടെ വിദ്യാർത്ഥികളിലും ഉണ്ട് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുക. അതുകൊണ്ട് ടെൻഷൻ മാറാനായിട്ട് ഇതൊന്ന് പരിഹാരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വെള്ളം കുടിച്ചും കുടിപ്പിച്ചും വെള്ളത്തിലാക്കുകയും പുകവലിച്ചും വലിപ്പിച്ചും ജീവശ്വാസം ഇല്ലാതാക്കുകയും ഞരമ്പുകളില് മാരക മരുന്നുകൾ കുത്തിവെച്ച് ജീവിതത്തെ മരണത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ ഇടയിൽ വളർന്നു വരുവാൻ ഒരിക്കലും ഇടയാകരുത്. അതിന് ഇതിലോടുന്ന കുട്ടികള് നൽകുന്ന ഈ ബോധവൽക്കരണം അവർക്ക് വേണ്ടി മാത്രമല്ല, അവരോടൊപ്പമുള്ള യുവതലമുറയും വിദ്യാർത്ഥികളും ഏറ്റുവാങ്ങി എന്റെ ജീവിതത്തില് ഞാനിത് ഉപയോഗിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്താൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട ഗവൺമെന്റുകളും ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം മദ്യവും അതുപോലുള്ള സാധനങ്ങളും സുലഭമാക്കാനും ലോട്ടറി കൊണ്ടും മദ്യം കൊണ്ടും ജീവിക്കാമെന്നും കരുതുമ്പോൾ അത് ജീവിതത്തെയും സമൂഹത്തെയും തകർക്കുന്ന പ്രവണതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കം പോവുകയാണ്. ഈ ലഹരി ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ യുവതലമുറയ്ക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ ഫലമണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു.